കേരളത്തിൽ നിന്നുള്ള മുൻനിര ലിസ്റ്റഡ് കമ്പനികളെന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരികളിൽ ശക്തമായ മുന്നേറ്റം തുടരുന്നു. തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ 5% കുതിച്ചുയർന്ന് 1656 രൂപയിലായിരുന്നു ഈ പൊതുമേഖല ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 6 വ്യാപാര ദിനങ്ങളിൽ 5ലും അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിയുടെ വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ഇതോടെ സമീപകാല താഴ്ചയിൽ നിന്നും 404 രൂപയുടെ മുന്നേറ്റം അഥവാ 32% തിരകെ കയറാനും ഈ കേരള ഓഹരിക്ക് സാധിച്ചു. ഇതിനിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിയിലെ നിരീക്ഷണം ഘടിപ്പിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തീരുമാനിച്ചു. തിങ്കളാഴ്ച മുതൽ അഡീഷണൽ സർവീലൻസ് മെഷേഴ്സ് സ്റ്റേജ് 4 അഥവാ ASM 4 എന്ന നിയന്ത്രണ സംവിധാനത്തിന് കീഴിലേക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത്. ASM നിയന്ത്രണങ്ങളുടെ വിശദാംശവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിയിലെ വ്യാപാരത്തിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളും വിശദമായി നോക്കാം. ആദ്യം, എന്താണ് ASM നിയന്ത്രണം? ഓഹരികളിൽ അസാധാരണമായ വിലവ്യതിയാനം നേരിടുമ്പോൾ സാധാരണക്കാരെ നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിപുലമായ നിരീക്ഷണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അഡീഷണൽ സർവീലൻസ് മെഷേഴ്സ് അഥവാ ASM. രാജ്യത്തെ മൂലധന വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി 2018 മാർച്ചിലാണ് ഈ അധിക നിരീക്ഷണ നടപടികൾ കൊണ്ടുവന്നത്. ഓഹരിയുടെ ദിവസേനയുള്ള വ്യാപാരത്തിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന വിലയും താഴ്ന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം, ഓഹരി ഇടപാടുകളുടെ എണ്ണം അഥവാ വോളിയത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, മൊത്തം വോളിയത്തിലെ ഡെലിവറി ട്രേഡിൻ്റെ ശതമാനം, ഓരോ ദിവസത്തെയും ക്ലോസിംഗ് വിലകൾ തമ്മിലുള്ള വ്യതിയാനം, വിപണി മൂല്യം, ഓഹരിയിലുള്ള നിക്ഷേപയുടെ കേന്ദ്രീകരണം എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് ഓരോ ഓഹരിയെ ASM സംവിധാനത്തിനുള്ളിലേക്ക് കൊണ്ടുവരണോ എന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തീരുമാനിക്കുന്നത്. അതേസമയം ലോങ് ടൈം ASM, ഷോർട്ട് ടൈം ASM എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി അഡീഷണൽ സർവീലൻസ് മെഷേഴ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ലോങ് ടൈം ASMന് കീഴിൽ സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 4 വരെയുള്ള 4 വിധത്തിലുള്ള നിയന്ത്രണ ഘട്ടങ്ങളുണ്ട്. 3 മാസം മുതൽ 1 വർഷം വരെയാണ് ലോങ് ടൈം ASMന് കീഴിലുള്ള നിയന്ത്രണങ്ങൾ ചുമത്തപ്പെടുക. എന്നാൽ ഷോർട്ട് ടൈം ASMൽ 5 മുതൽ 15 വ്യാപാര ദിനങ്ങൾ വരെയുള്ള നിയന്ത്രണമാകും ഏർപ്പെടുത്തുക. അതേസമയം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിയെ ലോങ് ടൈം ASMന് കീഴിലെ ഏറ്റവും കടുപ്പമേറിയ നിയന്ത്രണങ്ങളുള്ള സ്റ്റേജ് 4ലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിക്ക് സംഭവിച്ചെന്ത്? ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൻ്റെ തുടക്കം വരെ ഏവരെയും അസൂയപ്പെടുത്തുന്ന വിധം കുതിച്ചു പാഞ്ഞിരുന്ന ഓഹരിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 2024 ജനുവരിയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കിയിട്ടും ഈ കേരള ഓഹരിയിൽ വൻ മുന്നേറ്റം തുടരുകയായിരുന്നു. അങ്ങനെ ജൂലൈ ആദ്യ പകുതിയിൽ 2979 രൂപയിലേക്ക് എത്തിച്ചേർന്ന് സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരവും കുറിച്ചു. എന്നാൽ പൊതുബജറ്റിന് ശേഷം പൊതുമേഖലാ ഓഹരികൾ നേരിട്ട തിരുത്തലും സമീപകാലത്തെ വൻ കുതിപ്പിനെ തുടർന്നുള്ള ലാഭമെടുപ്പും മൂല്യമതിപ്പ് അധികരിച്ചു അഥവാ വാല്യൂഷൻ എക്സ്പെൻസീവ് ആയതുമൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി പിന്നോട്ടടിച്ചു. അങ്ങനെ ഏതാനും മാസങ്ങളെ കടുത്ത ചാഞ്ചാട്ടം പ്രകടമായതിനെ തുടർന്ന് 2024 സെപ്റ്റംബർ 23 സെബിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ചേർന്ന യോഗത്തിൽ പൊതുമേഖലാ ഓഹരികൾക്ക് കൂടി ASM സംവിധാനത്തിലുള്ള നിയന്ത്രണം ബാധകമാക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിക്ക് ASM നിയന്ത്രണം ആദ്യമായി ബാധകമായി. അന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി 1920 രൂപ നിലവാരത്തിലായിരുന്നു വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത്. ആദ്യം ഷോർട്ട് ടൈം ASMന് കീഴിലേക്കാണ് കൊണ്ടുവന്നതെങ്കിലും ഓഹരിയിലെ ചാഞ്ചാട്ടം കുറയാതിരുന്നതിനാൽ പടിപടിയായി നിയന്ത്രണം കടുപ്പിക്കുകയായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ. ഓരോ ഓഹരിയിൽ ഏർപ്പെടുത്താവുന്ന നിയന്ത്രണങ്ങളുടെ പരമാവധിയായ ലോങ് ടൈം അഡീഷണൽ സർവീലൻസ് മെഷേഴ്സിലെ സ്റ്റേജ് 4 എന്ന സംവിധാനത്തിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി ഇപ്പോഴുള്ളത്. ഇതോടെ ഓഹരി വാങ്ങുന്നതിന് മുഴുവൻ തുകയും മുൻകൂറായി നിക്ഷേപകർ കാണിക്കേണ്ടി വരും. കൂടാതെ ഓഹരി ഇടപാടുകൾക്ക് ഗ്രോസ് സെറ്റിൽമെൻറ്റ് ആവും ബാധകമാകുക. ഇതോടെ ഓഹരി അതേ ദിവസം തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്താലും ഓരോ ഇടപാടും പ്രത്യേകമായി പരിഗണിക്കും. അതായത് ഓരോ ഓഹരി കൈമാറ്റങ്ങളും വ്യക്തിപരമായ തലത്തിൽ സെറ്റിൽ ചെയ്യുമെന്ന സാരം. ഇതിനു പുറമെ ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 5% നിജപ്പെടുത്തും. അതായത് തലേ ദിവസത്തെ ക്ലോസിംഗ് വിലയേക്കാളും പരമാവധി 5% മാത്രമേ മുകളിലേക്കോ താഴേക്കോ ഒരു ദിവസം വ്യതിയാനം രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതേസമയം ഓഹരിയിലെ ചാഞ്ചാട്ടം അവസാനിക്കുകയും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കുള്ളിലേക്ക് വരികയും ചെയ്താൽ പടിപടിയായി നിലവിലുള്ള നിയന്ത്രണം മാറ്റുകയും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇക്കാര്യം കൂടി ശ്രദ്ധിച്ച് വേണം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിയിൽ ഇപ്പോൾ വ്യാപാരം ചെയ്യേണ്ടതെന്ന് സാരം. ഡിസ്ക്ലെയിമർ: കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിയെക്കുറിച്ചുള്ള ഈ വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടീം വരെയുള്ള ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.